ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ. കൊണ്ടോട്ടി താലൂക്ക് ഓഫീസ് പ്രവർത്തിക്കുന്ന നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കുറുപ്പത്തുള്ള കെട്ടിടത്തിന് ലക്ഷങ്ങളുടെ വാടക കുടിശ്ശികയുണ്ടെന്നും വാടക നൽകുന്നില്ലെങ്കിൽ കെട്ടിടം ഒഴിയണമെന്നും നഗരസഭാ യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷൻ KP ഫിറോസ് ആവശ്യപ്പെട്ടു. 2016 മുതൽ വാടകയ്ക്ക് കൊടുത്തതാണ് കൊണ്ടോട്ടി താലൂക്ക് ഓഫീസ്. എന്നാൽ ഈ അടുത്ത കാലത്താണ്, 2 വർഷം മുമ്പാണ് അതിൻ്റെ വാടക നിശ്ചയിച്ച പേപ്പേഴ്സ് കൊടുത്തത്. അതുവരെ അതിൻ്റെ പേപ്പറുകൾ, അതിൻ്റെ പ്രൊസീജിയറുകൾ ഒക്കെ കഴിഞ്ഞു. വാടക ഏകദേശം 32,600 രൂപയോളം വാടക നിശ്ചയിച്ചിട്ടുണ്ട്. ഇങ്ങനെ 9 വർഷത്തേക്ക് ഏകദേശം 30 ലക്ഷത്തിൽ പരം രൂപ നഗരസഭയ്ക്ക് കിട്ടണം. കഴിഞ്ഞ വർഷം നഗരസഭ അത് ഡിമാൻഡ് ചെയ്തു. ആ ഡിമാൻഡ് പ്രകാരം 2 വർഷത്തേക്ക് ഡിമാൻഡ് ചെയ്തു. 3 മാസത്തെ വാടക ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഞങ്ങൾ റവന്യൂ കമ്മീഷണറുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിച്ചു. അവർ 2-3 കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും കളക്ട്രേറ്റിലേക്കും തഹസിൽദാർക്കും വിട്ടിരിക്കുകയാണ്. വാടക നിശ്ചയിച്ചതിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ 8 വർഷമായി എന്തുകൊണ്ട് വാടക വാങ്ങിയില്ല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വാടക തരാത്ത രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നഗരസഭക്കകത്ത് വികസന കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് കിട്ടേണ്ട തുകയാണ്. ഈ പണം കൃത്യമായി ലഭിക്കുന്നില്ലെങ്കിൽ താലൂക്ക് ഓഫീസ് അടക്കം ഒഴിഞ്ഞു തരണം എന്നുള്ളൊരു കാര്യം ഇന്ന് ഞങ്ങളുടെ ഭരണസമിതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. നേരത്തെ നെടിയിരുപ്പ് പഞ്ചായത്ത് ഓഫീസായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണിത്. നെടിയിരുപ്പ് പഞ്ചായത്ത് കൊണ്ടോട്ടി നഗരസഭയായതോടെയാണ് ഓഫീസ് കാലിയായത്. കൊണ്ടോട്ടി 17 വാടക കെട്ടിടത്തിൽ ആരംഭിച്ച താലൂക്ക് ഓഫീസിന്റെ പ്രവർത്തനം പിന്നീട് ഇവിടേക്ക് മാറ്റുകയായിരുന്നു. 32,600 രൂപ മാസവാടക നിശ്ചയിച്ചതിനനുസരിച്ച് 3 മാസത്തെ വാടക മാത്രമാണ് ലഭിച്ചതെന്നും വർഷങ്ങളായി വാടക കുടിശ്ശികയാണെന്നും KP ഫിറോസ് പറഞ്ഞു. വാടക നൽകുന്നില്ലെങ്കിൽ കെട്ടിടം ഒഴിപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം യോഗത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കൊണ്ടോട്ടി.